ആലപ്പുഴ ജില്ലയിലെ മാരാരിക്കുളം അടുക്ക് എം മനോജിന്റെ മനോവിഹാർ എന്ന ഭവനം. അച്ഛനും അമ്മയും പത്നിയും മക്കളും അടങ്ങുന്ന സന്തുഷ്ട കുടുംബത്തെ നയിക്കുന്ന മനോജ് സംസ്ഥാന പോലീസ് സേനയിലെ ഒരു സീനിയർ സിവിൽ ഓഫീസർ കൂടിയാണ്. മനോവിഹാറിലെ ഈ ജീവിത മനോജ്ഞതയ്ക്ക് പിന്നിൽ മനോഹരികളായ ഒരു കൂട്ടം ആടുകളുടെ പങ്കാളിത്തവുമുണ്ട്. മലബാറി ജമുനാപാരി സങ്കര ഇനത്തിൽപ്പെട്ട 50ഓളം ആടുകളാണ് മനോജിന്റെ കാർഷിക ജീവിത വിജയത്തിന് കൂട്ടിച്ചേരുന്നത്. കാർഷിക പാരമ്പര്യത്തിന്റെ വഴിയിലൂടെ തന്നെയാണ് ആടുവളർത്തൽ രംഗത്തേക്ക് മനോജ് എത്തിയത്. സമഗ്ര ആട് ഗ്രാമ പദ്ധതിയിൽ സബ്സിഡിയോടുകൂടിയ വായ്പ പ്രകാരം 2005 ആരംഭിച്ച ആടുപരിപാലനം ഇന്ന് ഒരു പതിറ്റാണ്ട് പിന്നിടുമ്പോൾ ഒരു ഉപതൊഴിലെന്ന രീതിയിൽ ഈ മേഖല മനോജിനേകിയത് ഒരു വലിയ കാർഷിക വിജയം തന്നെയായിരുന്നു. ചെറുപ്പത്തെ ഇവിടെ അപ്പൂപ്പനുമൊക്കെ കാർഷിക വൃത്തിയാണ്. അപ്പോൾ അപ്പൂപ്പൻ്റെ ഒക്കെ കൃഷി കൊണ്ടാണ് നമ്മൾ വളർന്നത്. പിന്നീട് ആട് വളർത്തണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പശുവൊക്കെ ഇവിടെ പണ്ടോട്ടേ ഉണ്ട്. അങ്ങനെ 2005 പഞ്ചായത്തിൻ്റെ സമഗ്ര എന്നൊരു പദ്ധതി, ആട് ഗ്രാമ പദ്ധതി പ്രകാരം അമ്മയും ഉൾപ്പെട്ട കുറേ സ്ത്രീകളും അടങ്ങിയ ഒരു ഗ്രൂപ്പ് ഇങ്ങനെ ട്രെയിനിങ് കൊടുക്കുകയും ലോണൊക്കെ സബ്സിഡിയോടുകൂടി ലോൺ അനുവദിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ആട് വളർത്തൽ ആരംഭിക്കുന്നത്. അതിനുശേഷം പലരും അതൊക്കെ നിർത്തിയെങ്കിലും ഞങ്ങളത് തുടർന്ന് കൊണ്ടുപോവുകയാണ്. മലബാറി ജമുനാപാരി എന്നിവയുടെ തനത് ഇനങ്ങളുണ്ടെങ്കിലും ഇവയുടെ സങ്കര ഇനങ്ങളാണ് മനോജിന്റെ ആട്ടിൻപറ്റത്തിലേറെയും. രാജസ്ഥാൻ തനതിനമായ സിരോഹിയും പഞ്ചാബിന്റെ ബീറ്റിലും ഇവയ്ക്കൊപ്പമുണ്ട്. കൂടാതെ കേരളത്തിന്റെ തനത് നാടൻ ആടിനത്തിൽപ്പെട്ട അട്ടപ്പാടി ബ്ലാക്കും മനോജിന്റെ ആട്ടിൻകൂട്ടത്തിലുണ്ട്. മറ്റ് ആട്ടിനങ്ങളെ അപേക്ഷിച്ച് സങ്കര ഇനത്തിൽപ്പെട്ട ഈ ആടുകൾക്ക് പെട്ടെന്നുള്ള വളർച്ചയും ശരീരഭാര കൂടുതലും ഉണ്ടാകമൂലം വിപണന മേഖലയിലെ സാധ്യതയും ഏറെയാണ്. മുതിർന്ന ആടുകൾക്ക് 50 കിലോഗ്രാമിലേറെ ഭാരമുള്ളപ്പോൾ ഇവയുടെ കുഞ്ഞുങ്ങൾക്കുമുണ്ടാകും 15 കിലോഗ്രാമിലേറെ തൂക്കം. ഇവിടെ ഇപ്പോൾ 50ഓളം ആടുകളുണ്ട്. പ്രധാനമായിട്ടും മലബാറി ജമുനാപാരി സങ്കരാണ് കൂടുതലും. ഇതുകൂടാതെ സിരോഹി, ബീറ്റൽ, അട്ടപ്പാടി ബ്ലാക്ക് എന്നീ ഇനങ്ങളിലുള്ള ആടുകളാണുള്ളത്. ഈ മലബാറി തന്നെയാണെങ്കിൽ അത് ഈ മാർക്കറ്റിങ്ങിന് കൂടുതലും അങ്ങനെയുള്ള സങ്കരയിന ആടുകളാണ് എളുപ്പം. മാർക്കറ്റിംഗ് ആളുകൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുകയും നല്ല വലിപ്പം കിട്ടും. മലബാറിക്കൊക്കെ ഒരു 35 കിലോ വരെ വെയിറ്റ് വരാറുള്ളൂ. ഇങ്ങനെ ക്രോസ് ചെയ്തെടുക്കുന്ന ആടുകൾക്ക് 50 കിലോയുടെ അടുത്ത് വെയിറ്റ് വരും. അപ്പോൾ കുഞ്ഞിലുള്ള വളർച്ചയും വളരെ കൂടുതലാണ്. ഒരു 3 മാസം 4 മാസം കഴിയുമ്പോൾ ഒരാടിന് നമുക്ക് 15 കിലോ വരെ വെയിറ്റ് കിട്ടും. വെയിറ്റ് അടിസ്ഥാനമാക്കിയാണ് നമ്മൾ വിൽപ്പന നടത്തുന്നത്. രോഗപ്രതിരോധ ശേഷിയിലും വർദ്ധിച്ച പാലുൽപാദനത്തിലും സിരോഹി, ബീറ്റിൽ വംശത്തിൽപ്പെട്ട ആടുകൾ പ്രത്യേകതയാർന്നതാണ്. 2 വർഷത്തിനുള്ളിൽ 3 കുഞ്ഞുങ്ങളെ വീതം 3 പ്രാവശ്യം ഇവ പ്രസവിക്കുകയും ചെയ്യുന്നു. സിരോഹി ഇതുപോലെ തന്നെ മലബാറിയോടൊക്കെ തന്നെ കിടപിടിക്കുന്ന ആടാണ്. അതിന് നല്ല രോഗപ്രതിരോധ ശേഷിയുണ്ട്, പാലുൽപാദന ശേഷിയുണ്ട്. അതുപോലെ ഒന്നിലധികം കുഞ്ഞുങ്ങളെ കിട്ടും. നമുക്ക് 2 വർഷം കൂടുമ്പോൾ തന്നെ 3 പ്രസവം. അങ്ങനെ ശരാശരി ഒരു വർഷം 3 കുഞ്ഞുങ്ങളെ ലഭിക്കുന്നുണ്ട് സിരോഹിക്ക്. ബീറ്റലിനാണെങ്കിൽ ബീറ്റലിന് പാല് ഉൽപാദനം കൂടുതലുണ്ട്. ഏകദേശം 2 ലിറ്റർ പാൽ വരെ കിട്ടും. അപ്പോൾ തന്നെ ഒന്നിലധികം കുഞ്ഞുങ്ങളെ ലഭിക്കും. 2 വർഷം കൂടുമ്പോൾ 3 പ്രസവം കിട്ടും. അതുപോലെ ശരാശരി ഒരു വർഷം 3 കുഞ്ഞുങ്ങളുണ്ടാവും. നല്ല വലിപ്പം ഉണ്ടാവും ഈ ആടുകൾക്ക്. നല്ല പൊക്കവും വലിപ്പവും ഉണ്ടാവും ആടുകൾക്ക്. സമഗ്ര ആട് ഗ്രാമ പദ്ധതിയുടെ തുടക്കക്കാരിയും റിട്ടയർഡ് സർക്കാർ ഉദ്യോഗസ്ഥയുമായ മാതാവ് ഓമനക്കുട്ടിയമ്മയും പത്നി രജനിയും മക്കളുമൊക്കെ ഈ ആടുപരിപാലനത്തിൽ മനോജിനൊപ്പം സദാ ശ്രദ്ധ വയ്ക്കുന്നു. സമഗ്ര ആടുവളർത്തൽ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ട് പ്രോജക്റ്റ് ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ 15 പെണ്ണുങ്ങളെ കുരിയോട്ടുമല ട്രെയിനിങ്ങിനായിട്ട് വിട്ടു, എൻ്റെ നേതൃത്വത്തിൽ. അങ്ങനെ ഞങ്ങളവിടെ ഒരാഴ്ചത്തെ ട്രെയിനിങ് ഫ്രീ ആയിരുന്നു. താമസിച്ച് ട്രെയിനിങ് നടത്തി പോന്നു. പിന്നെ ഞങ്ങൾ 5 പേരടങ്ങുന്ന ഓരോ ഗ്രൂപ്പ് സംഘടിപ്പിച്ചിട്ട് അവർക്കൊരു 25,000 രൂപ ലോൺ തന്നു. ഒരാൾക്ക് 25,000. അതിൽ 10 രൂപ 15,000 രൂപ സബ്സിഡിയും ബാക്കി തിരിച്ചു അടയ്ക്കണം.
അങ്ങനെ ഞങ്ങൾ പല ഗ്രൂപ്പുകൾ ഇവിടെ തുടങ്ങിയെങ്കിലും എല്ലാവരും ഇട്ട് കളഞ്ഞു. ആടിനെയൊക്കെ കൊടുത്തു ഇട്ട് കളഞ്ഞു. ഞാനത് തന്നെ ഞങ്ങൾ ഒരു 5 ആടിൽ തുടങ്ങിയത്. ഒരാട് വാങ്ങിച്ച് പിന്നെ 5 ആടാക്കി. ഞാനത് തുടർന്നുകൊണ്ടിരുന്നു. അപ്പം പിന്നെ മക്കൾക്കും അതിനോട് വലിയ ഇൻട്രസ്റ്റ് മോനും. അപ്പം ജോലി കഴിഞ്ഞുള്ള സമയം ഇതിനൊക്കെ വേണ്ടിയിട്ട് ചിലവഴിക്കും. അങ്ങനെ ഞങ്ങൾ പുറത്തുനിന്ന് ലേബേഴ്സിനെ വെച്ചൊന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ ഏതാണ്ട് 40-ന് മേളിൽ 45-50 ആട് ഉണ്ട്, കുഞ്ഞുങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ കുഞ്ഞുങ്ങളെയാണ് വളർത്തി കൊടുക്കുന്നത്. 3 മാസം 4 മാസം ആകുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങളെ അങ്ങ് കൊടുക്കും. പിന്നെ തള്ളമാരെ വളർത്തും. ഇന്ന് മനോജിന്റെ ആട് ഫാം സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പിന്റെ അംഗീകൃത ഫാം കൂടിയാണ്. അതുകൊണ്ട് തന്നെ മൃഗസംരക്ഷണ വകുപ്പിന്റെ നിർദ്ദേശങ്ങളും സഹായങ്ങളും യഥാസമയം തന്നെ മനോജിന് ലഭിക്കുന്നു. മൃഗസംരക്ഷണ വകുപ്പ് ഈ സ്കൂൾ തുടങ്ങുന്നതിന് വേണ്ടി സഹായങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്, സാമ്പത്തികമായും സാങ്കേതികമായിട്ടുമൊക്കെ. ഈ ഫാമിൽ ഇപ്പോൾ 50ഓളം ആടുകളുണ്ട്. മലബാറി, യമുനാപ്പാരി, ബീറ്റൽ, സിരോഹി എന്നീ ഇനങ്ങളിൽപ്പെട്ട ആടുകളാണുള്ളത്. ഇവ കൂടുതൽ കുട്ടികൾ ഉൽപ്പാദിപ്പിക്കുന്ന അത്യുൽപാദന ശേഷിയുള്ളതിനായതിനാൽ കർഷകർക്ക് മിതമായ നിരക്കുള്ള ആട്ടുകുഞ്ഞുങ്ങളെ ഇവിടുന്ന് വിൽക്കുന്നുണ്ട്. ചികിത്സയും സാങ്കേതിക സഹായങ്ങളും പ്രതിരോധ കുത്തിവയ്പ്പുള്ള മൃഗസംരക്ഷണ വകുപ്പിൻ്റെ മൃഗാശുപത്രിയായ കണിച്ചുവങ്ങലിൽ നിന്നും സൗജന്യമായി നൽകി വരുന്നുണ്ട്. കർഷകർക്കും ഈ നാട്ടിലുള്ള ആൾക്കാർക്കും പ്രയോജനപ്പെടുന്ന ഒരു ഫാമാണിത്. ആട്ടിൻകുട്ടികളിൽ വയറിളക്ക രോഗമാണ് കൂടുതലായി കാണാറുള്ളത്. അപ്പോൾ അതിൻ്റെ ചാണകം പരിശോധിച്ച് എന്താണ് രോഗകാരണം എന്ന് മനസ്സിലാക്കി ആൻറ്റിബയോട്ടിക്, വിരമരുന്ന് തുടങ്ങിയതെല്ലാം കൊടുക്കാറുണ്ട്. പിന്നെ മുതിർന്ന ആടുകളിൽ അകിടുവീക്കവും കാണാറുണ്ട്. അതും അതിൻ്റെ മിൽക്ക് സാമ്പിൾ പരിശോധിച്ച് യഥാർത്ഥ ആൻറ്റിബയോട്ടിക് നൽകി അത് മാറ്റാറുണ്ട്. പിന്നെ വിശപ്പില്ലായ്മ, വായുസ്തംഭനം തുടങ്ങിയത് കാണാറുണ്ട്. അതൊക്കെ യഥാസമയം കണ്ടെത്തി ചികിത്സ നൽകാറുണ്ട്. പച്ചിലകൾ, ആടുതീറ്റ, തവിട്, പിണ്ണാക്ക് എന്നതിനൊപ്പം CO3 ഇനത്തിൽപ്പെട്ട തീറ്റപ്പുല്ലും മനോജ് ആടുകൾക്ക് നൽകിപ്പോരുന്നു. ആടുകൾക്കായി വീടിനോട് ചേർന്ന തൊടിയിൽ തീറ്റപ്പുല്ലും കൃഷി ചെയ്യുന്നു. ഏത്തയ്ക്കാത്തലയും വാഴക്കുലയുടെ അവശിഷ്ടങ്ങളുമാണ് മറ്റൊരു പ്രധാന തീറ്റ. ഞങ്ങളിവിടെ പ്രധാനമായിട്ടും കൊടുക്കുന്നത് കടകളിൽ ഈ ചിപ്സ്, വെജിറ്റബിൾ കടകളിൽ നിന്നുള്ള വേസ്റ്റാണ്. അത് എനിക്ക് ജോലിയുണ്ട്. ജോലി കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഞാനിതെല്ലാം കളക്ട് ചെയ്താണ് വീട്ടിൽ വരുന്നത്. അത് കൊടുക്കും. കൂടാതെ നമ്മൾ തീറ്റപ്പുല്ലുണ്ട്, തീറ്റപ്പുല്ലും കൃഷി ചെയ്യുന്നുണ്ട്. അതും മുറിച്ച് ആടുകൾക്ക് കൊടുക്കും. ഇതുകൂടാതെ നമ്മൾ ആടുതീറ്റ, തവിട്, പിണ്ണാക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളും കൊടുക്കും. അത്യാധുനിക സംവിധാനങ്ങളില്ലെങ്കിലും ശാസ്ത്രീയമായ രീതിയിൽ തന്നെയാണ് മനോജ് ആട്ടുകൂട് നിർമ്മിച്ചിരിക്കുന്നത്. തടിയിൽ തീർത്ത കൂടിന്റെ മുകൾ ഭാഗത്താണ് ആടുകൾ കിടക്കുക. താഴെ പലകച്ചുവരുള്ള കോൺക്രീറ്റ് തറയിൽ ആട്ടിൻ കാഷ്ടവും മൂത്രവും പതിക്കുന്നു. ആടുകളുടെ ആരോഗ്യകരമായ പരിപാലനത്തിൽ ശുചിത്വം ഏറെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ആട്ടിൻകൂട്ടിലെ ശുചിത്വ പ്രവർത്തനങ്ങൾക്ക് മനോജ് മുൻഗണന നൽകുന്നു. ആട്ടിൻ കാഷ്ടം തീറ്റപ്പുൽ കൃഷിക്കും ഇതര കൃഷിവിളകൾക്കുമായി പ്രയോജനപ്പെടുത്തുന്നു. ശുചീകരണം വളരെ പ്രാധാന്യമുള്ള ഒരു ഇതാണ് ഗോഡ് ഫാമിന്. അത് പിന്നെ ശരിയായ ശുചിത്വം പാലിച്ചില്ലെങ്കിൽ ശ്വാസകോശ രോഗങ്ങളുണ്ടാവുകയും ചുമ മുതലായ രോഗങ്ങളുണ്ടാവുകയും ആട് മരിച്ചു പോകാനും ഒക്കെ ഇടയാകും. നമ്മളധികം അതിൻ്റെ കാഷ്ടങ്ങളൊന്നും അധികം ദിവസം കൂട്ടിന് താഴെ ഇട്ടേക്കാതെ നമ്മൾ നീക്കം ചെയ്യണം. ഇവിടെ ഞാൻ മിക്കവാറും എല്ലാ ദിവസവും തന്നെ അത്തരം സാധനങ്ങൾ നീക്കം ചെയ്യാറുണ്ട്. ആട്ടിൻ കാഷ്ടം നമ്മൾ പ്രധാനമായിട്ടും നമ്മുടെ ഇവിടുത്തെ കൃഷികൾക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഞങ്ങൾക്ക് തന്നെ ഞങ്ങളുടെ വീട്ടാവശ്യത്തിന് ആവശ്യമായ ചേമ്പ്, ചേന, കാച്ചിൽ, മഞ്ഞൾ, ഇഞ്ചി, നെല്ല് മുതലായവ കൃഷി ചെയ്യുന്നുണ്ട്. ഈ കൃഷിക്കെല്ലാം ആയിട്ടുള്ള വളമായിട്ടാണ് നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. കൂടാതെ തന്നെ 70 സെന്റിൻ്റെ അടുത്തുള്ള പുൽകൃഷി ചെയ്യുന്നുണ്ട് ഇടവിളയായിട്ട്. ഇടവിളയായിട്ട് ചെയ്യുമ്പോൾ അതിനും ഉപയോഗിക്കാറുണ്ട്. തെങ്ങിനും എല്ലാം നമ്മൾ ഈ വളമാണ് ഉപയോഗിക്കുന്നത്. മറ്റു വളങ്ങളൊന്നും പുറത്തുനിന്ന് വാങ്ങാറില്ല. വർഷകാലമൊഴികെ പകൽ മുഴുവൻ ആടുകളെ ഫാമിൽ സ്വതന്ത്ര വിഹാരത്തിന് വിടുന്ന രീതിയാണ് മനോജിന്റേത്. ആഹാരവും വെള്ളവുമെല്ലാം കൂടിന് പുറത്തുവെച്ച് തന്നെ നൽകുന്നു. ആട്ടിൻപാൽ കറവ ഫാമിൽ നന്നേ കുറവാണ്. കുട്ടികളുടെ ആരോഗ്യപുഷ്ടിക്കായി പാൽ കുടിക്കാൻ അനുവദിക്കുന്നു. ആയുർവേദ മരുന്ന് തയ്യാറാക്കലിനും മറ്റും
ആവശ്യക്കാർ വന്നാൽ മാത്രം ആട്ടിൻപാൽ പുറത്തേക്ക് നൽകിപ്പോരുന്നു. ഇണചേർക്കലിനായി മലബാറി ജമുനാപാരി സങ്കരം, ബീറ്റിൽ ഇനങ്ങളിൽപ്പെട്ട മുട്ടനാടുകളെയും മനോജ് സംരക്ഷിച്ചു പോരുന്നു. ആട്ടിൻകുട്ടികളെയാണ് മനോജ് പ്രധാനമായും വിറ്റുപോരുന്നത്. ആവശ്യക്കാർ അറിഞ്ഞെത്തി ഫാമിൽ നിന്ന് തന്നെ കുട്ടികളെ വാങ്ങുന്നു. നമ്മളിപ്പോൾ ഒരു മുട്ടനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ അതിൻ്റെ കുഞ്ഞുങ്ങളെ വേറെ ഇണ ചേർക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞുങ്ങളെ മുഴുവൻ നമ്മൾ വിൽപ്പന നടത്തും. ആ വിൽപ്പന നടത്തുന്നത് നമ്മൾ തൂക്കത്തിൻ്റെ അടിസ്ഥാനമാക്കിയാണ് വില നിശ്ചയിക്കുന്നത്. അത് 300 മുതൽ 400 രൂപ വരെ ഓരോ ഇനത്തിനും ആടിൻ്റെ ഇത് മേനിയൊക്കെ നോക്കി ആ വിലയാണ് നമ്മൾ നിശ്ചയിച്ച് പറയാറുള്ളത്. ഇപ്പം നമുക്ക് തികയുന്നില്ല, കുഞ്ഞുങ്ങളെ തികയുന്നില്ല. ധാരാളം ആവശ്യക്കാരുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഉദ്ദേശം ഒരു 60 ആട്ടിൻ കുഞ്ഞുങ്ങളെ വരെ ഒരു വർഷം വിൽപ്പന നടത്താനുള്ള ഒരു ശേഷി ഇപ്പോൾ ഉള്ളൂ. പക്ഷെ കുഞ്ഞുങ്ങൾ 100ഉം 200ഉം അതിന് ആവശ്യക്കാരായിട്ട് വരാറുണ്ട്. ഏതൊക്കെ തൊഴിൽ മേഖലയിൽ പ്രവർത്തിച്ചാലും ആടുവളർത്തൽ ഒരു ഉപതൊഴിലായി സ്വീകരിച്ചാൽ ജീവിത വിജയം സുനിശ്ചിതമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് മാരാരിക്കുളത്തെ മനോജും അദ്ദേഹത്തിന്റെ കാർഷിക കുടുംബവും. ആലപ്പുഴ ജില്ലയിലെ മാരാരിക്കുളം അടക്ക് അളപ്പന്തറയിലെ ആർ അമർനാഥ് എന്ന ചെറുപ്പക്കാരന് കുട്ടിക്കാലം മുതൽക്കേ പശു വളർത്തലിൽ ഏറെ കമ്പമായിരുന്നു. സമൂഹ മാധ്യമം വഴിയും സുഹൃത്തുക്കളിലൂടെയും തനതായ അലങ്കാരക്കോഴി വംശത്തെ തിരഞ്ഞ അമർനാഥ് അതിൽ കുറെ ഇനത്തെ സ്വന്തമാക്കി. അലങ്കാരക്കോഴികളിലെ ബഫ് പോളിഷ് ക്യാപ്പ്, റെഡ് പോളിഷ് ക്യാപ്പ്, ബ്ലാക്ക് പോളിഷ് ക്യാപ്പ്, വൈറ്റ് പോളിഷ് ക്യാപ്പ്, സിൽവർ പോളിഷ് ക്യാപ്പ്, വൈറ്റ് ഒണാഗഡോർ, സിൽക്കി വൈറ്റ്, ചൈനീസ് ബട്ടൺ, അമേരിക്കൻ ബാൻഡോ, റെഡ് ബാൻഡോ, ഇറ്റാലിയൻ വൈറ്റ് തുടങ്ങിയ ഇനങ്ങൾ അമർനാഥിന്റെ കോഴിക്കോടുകളിൽ മനോഹാരിത വിതറുന്നു. ആദ്യം ചെറിയ രീതിയിൽ തുടങ്ങി. ഇപ്പോൾ ഒരു നല്ല ബ്രീഡൊക്കെ ഉണ്ട്. പോളിഷ് ക്യാപ്പ് ഐറ്റംസിൻ്റെ നല്ല 5 വെറൈറ്റികളുണ്ട്. ഇപ്പം ഒരു 3-4 മാസമായിട്ട് കുഴപ്പമില്ലാതെ ലാഭത്തിലൂടെ പോകുന്നുണ്ട്. പോളിഷ് ക്യാപ്പ് ഇപ്പം നിലവിൽ നാട്ടിൽ കിട്ടാവുന്ന 5 വെറൈറ്റികളും എൻ്റെ കയ്യിലുണ്ട്. വൈറ്റ്, ബ്ലാക്ക്, സിൽവർ, ഗോൾഡ്, ബഫ്, അങ്ങനെ ഐറ്റംസ് എല്ലാം ഉണ്ട്. എല്ലാം നല്ല ക്വാളിറ്റികളാണ്. നല്ല ബ്രീഡേഴ്സിൻ്റെ അടുത്ത് പോയി കളക്ട് ചെയ്ത് കണ്ടിട്ട് അവരുടെ ഇതൊക്കെ ചോദിച്ച് എല്ലാം അറിഞ്ഞിട്ട് അവരുടെ നീറ്റായിട്ടുള്ള വളർത്തലെല്ലാം കണ്ടിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഓമനപ്പക്ഷികൾ എന്നതിനപ്പുറം ആദായം തരുന്ന അലങ്കാര കോഴികൾ എന്ന നിലയിലാണ് അമർനാഥ് ഇവയെ ഇന്ന് സംരക്ഷിച്ചു പോരുന്നത്. മുട്ടകൾ ഇടുന്നതിൽ ഇവ ഒരു മുടക്കവും കാട്ടുന്നില്ല. ഇൻക്യുബേറ്ററിൽ വെച്ച് വിരിച്ചെടുക്കുന്ന കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങുന്നതിനായി എത്തുന്ന ആവശ്യക്കാരും ഏറെ. രാവിലത്തെ സമയത്താണ് കൂടുതലും തീറ്റ കൊടുക്കുന്നത്. അത് രാവിലെ കൂടൊക്കെ ഒന്ന് നീറ്റാക്കി നോക്കിയിട്ട് അതിൻ്റെ വെള്ളം വയ്ക്കുന്ന പാത്രങ്ങളെല്ലാം നല്ലപോലെ കഴുകി സോപ്പിട്ട് കഴുകി ഇട്ടാണ് വെള്ളം വെച്ച് കൊടുക്കുന്നത്. പിന്നെ തീറ്റ ഡെയിലി പാത്രം നല്ല തീറ്റ, ഫ്രഷായിട്ടുള്ള തീറ്റ വെച്ച് കൊടുക്കാറുള്ളൂ. അങ്ങനെയൊക്കെയാണ് രാവിലത്തെ പരിപാടി. പിന്നെ വൈകിട്ട് ചെന്നൊന്ന് ജസ്റ്റ് നോക്കുക മാത്രമേ ഉള്ളൂ. വല്ല ജലദോഷമോ വല്ലതൊക്കെ ഉണ്ടെന്ന് നോക്കുക, അതിനുള്ള മരുന്ന് കൊടുക്കും. ഇപ്പം എല്ലാം മുട്ടപ്പരിവായുള്ള കോഴികളാണ്. ഇപ്പം ഇപ്പം ലെയർ പെല്ലറ്റാണ് കൊടുക്കുന്നത്. അത് കാരണം വേസ്റ്റ് കൂടുതൽ പോകുന്നില്ല. അങ്ങനെ അത് കൊടുക്കും. പിന്നെ വിരിഞ്ഞുടനെ സ്റ്റാർട്ട് കൊടുക്കും. അത് ബ്രൂഡറിലിട്ട് സ്റ്റാർട്ട് കൊടുക്കും. പിന്നെ ഒരു 45 ദിവസം കഴിഞ്ഞ് ആണ് ഗ്രോവർ അങ്ങനെയുള്ള കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു 3 മാസം കഴിയുമ്പോൾ ലെയർ പെല്ലറ്റ് കൊടുക്കും, മുട്ട തീറ്റി. ഇവിടെ എനിക്ക് ഒരു മാസം എങ്ങനെ വന്നാലും ഒരു 120 മുട്ടയോളം കിട്ടുന്നുണ്ട്. അതിൽ വിരിഞ്ഞ് കിട്ടുന്ന ഒരു 75-80 മുട്ടയോളം വിരിഞ്ഞ് കിട്ടുന്നുണ്ട്. മാർക്കറ്റിങ് എന്നെ പരിചയക്കാർ കുറേ ഉണ്ട്. അങ്ങനെ കുറേ പേര് വിളിച്ച് അങ്ങനെ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അതല്ലാതെ ഇൻ്റർനെറ്റിലൂടെ OLX ആഡ് ചെയ്ത് കുറേ ഇതുണ്ട്. കരിങ്കുഴി, കോക്കോട്ടയിൽ, ഗൂസ് തുടങ്ങിയ പക്ഷി ഇനങ്ങളും അലങ്കാര കുഴികൾക്ക് കൂട്ടായി അമർനാഥിന്റെ വീട്ടുവളപ്പിലുണ്ട്. ശ്രീ അമർനാഥിന് അടുത്തുള്ള റിസോർട്ടിൽ ഒരു തൊഴിലുണ്ട്. ആ തൊഴിലിന് കഴിഞ്ഞിട്ടുള്ള സമയത്താണ് അദ്ദേഹം ഈ അലങ്കാര കോഴി വളർത്തൽ പരിപാടി ചെയ്ത് ഒരു അധിക വരുമാനം നേടുന്നത്.
സാധാരണ മുട്ടക്കോഴി ഇറച്ചിക്കോഴി വളർത്തൽ പോലെയുള്ള ഒരു സമീപനമല്ല നമ്മൾ സ്വീകരിക്കേണ്ടത്. ഇതിന് അസുഖങ്ങൾ വരുന്നത് അപൂർവമായിട്ടേ ഉള്ളൂ. എന്നാലും അത് പരിശോധിച്ചിട്ട് മരുന്ന് നൽകുക. പിന്നെ ഇതിന് മാർക്കറ്റിങ്ങിന് മൃഗസംരക്ഷണ വകുപ്പിൻ്റെ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുക, മെച്ചപ്പെട്ട വരുമാനം കിട്ടാനുള്ള സഹായം നൽകുക, ഇതൊക്കെയാണ് ചെയ്യുന്നത്. അലങ്കാര കോഴികളെ വാങ്ങുമ്പോൾ കോഴികളുടെ തനതു വംശത്തെക്കുറിച്ചുള്ള അറിവുണ്ടായിരിക്കണമെന്നും അത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് വിപണിയിലേറെ ഗുണം ചെയ്യുമെന്നുമാണ് അമർനാഥിന്റെ അനുഭവ സാക്ഷ്യം. നല്ല ബ്രീഡ് നോക്കി മേടിക്കണം, അതാണ് ഇതിൻ്റെ ക്വാളിറ്റി. അതെന്ന് പറഞ്ഞാൽ ഇത് എല്ലാ ഐറ്റംസിൻ്റെയും പ്രിൻ്റ്, അതിൻ്റെ ലേസിൻ്റെ പ്രിൻ്റ് എല്ലാം നോക്കിയിട്ടാണ് മേടിക്കേണ്ടത്. അതിൻ്റെ പേരൻറ് സ്റ്റോക്കിനെ കണ്ടു തന്നെ മേടിക്കണം. കേവലം ഒരു കൗതുകത്തിന് ആരംഭിച്ച അലങ്കാര കോഴി വളർത്തൽ സ്വന്തം കുടുംബത്തിന് ഉപകാരപ്രദമാകുന്ന ഒരു കാർഷികതായ തലത്തിലേക്ക് എത്തിച്ച അമർനാഥ് എന്ന ഈ യുവാവ് നമുക്കിടയിൽ ഒരു മാതൃക തന്നെയായി മാറുന്നു. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। CIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा, बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംരംഭമെന്ന ആശയവുമായി അഗ്രോ പാർക്ക്. കാർഷിക യന്ത്രവൽക്കരണത്തിൽ പരിശീലനം. കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ് നവംബർ 4 വരെ. കേരളത്തിൽ ആരംഭിച്ച ആദ്യത്തെ അഗ്രി ഫുഡ് ബിസിനസ് ഇൻക്യുബേഷൻ സെന്ററുകളിൽ ഒന്നാണ് പിറവം കേന്ദ്രമായ അഗ്രോ പാർക്ക്. കാർഷിക ഭക്ഷ്യ സംസ്കരണ മേഖലയിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനും നവീന സംരംഭക ആശയങ്ങൾ വികസിപ്പിക്കുന്നതിനും ഇടമൊരുക്കുകയാണ് പാർക്കിന്റെ ലക്ഷ്യം. സ്വന്തമായി സംരംഭമെന്ന ആശയവുമായി ഇവിടെ എത്തുന്നവർക്ക് സ്ഥല സൌകര്യം, ഓഫീസ്, സാങ്കേതിക വിദ്യാ പരിശീലനം, വായ്പാ സൌകര്യം എന്നിവ ലഭ്യമാണ്. കേരള കാർഷിക സർവകലാശാല മണ്ണുത്തി കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ പച്ചക്കറി കൃഷിയും ജൈവ കീടനാശിനി നിർമ്മാണവും എന്ന വിഷയത്തിൽ ഈ മാസം 29, 30, 31 തീയതികളിൽ പരിശീലനം നൽകുന്നു. പരിശീലന ഫീസ് 1500 രൂപയാണ്. താൽപര്യമുള്ളവർക്ക് ഇനി പറയുന്ന നമ്പറുകളിൽ വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യാം. 8086405476, മറ്റൊരു നമ്പർ 9645420575. തമിഴ്നാട് കാർഷിക സർവകലാശാല വികസിപ്പിച്ച ന്യൂട്രി സീഡ് പാക്ക് ടെക്നോളജി സാങ്കേതിക വിദ്യ കർഷകർക്ക് പ്രിയങ്കരമാവുകയാണ്. ഒരു വിത്തിനൊപ്പം അതിന്റെ വളർച്ചയ്ക്ക് വേണ്ട പോഷകങ്ങൾ അടങ്ങിയ മിശ്രിതം കൂടിവെച്ച് പാക്ക് ചെയ്യുന്ന രീതിയാണിത്. ഏറ്റവും മുകളിൽ വിത്ത്, സമ്പുഷ്ടീകരിച്ച ജൈവവളം, അതിന് താഴെ ക്യാപ്സ്യൂൾ രൂപത്തിലുള്ള രാസവളം, ഏറ്റവും അടിയിൽ എന്ന ക്രമത്തിൽ മിഠായി പോലെയാണ് വിത്ത് പാക്ക് ചെയ്യുക. വിത്ത് മുളച്ച് അതിന്റെ ആദ്യ വളർച്ചയ്ക്ക് വേണ്ടതൊക്കെ ഈ പാക്കിലുണ്ടാവും. കൂടുതൽ വിവരങ്ങൾക്ക് സോയിൽ സയൻസ് വിഭാഗവുമായി ഇമെയിൽ വഴി ബന്ധപ്പെടാം. ഇമെയിൽ അഡ്രസ് ssaz@tnau.ac.in. തിരുവനന്തപുരം വെള്ളനാട് മിത്ര നികേതനിൽ പ്രവർത്തിക്കുന്ന കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നവംബർ 16 മുതൽ 20 വരെ കാർഷിക യന്ത്രവൽക്കരണ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0472288206.
സംസ്ഥാന കൃഷി വകുപ്പിന്റെ കീഴിലുള്ള കരുനാഗപ്പള്ളി തെങ്ങിൻ തൈ ഉത്പാദന കേന്ദ്രത്തിൽ ഗുണനിലവാരമുള്ള നേന്ത്രൻ, റോബസ്റ്റ എന്നീ ഇനത്തിൽപ്പെട്ട ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0476262090. കേന്ദ്ര സർക്കാരിന്റെയും കേരള സർക്കാരിന്റെയും സാമ്പത്തിക സഹായത്തോടെ മൃഗസംരക്ഷണ വകുപ്പ് നടപ്പിലാക്കുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ് നവംബർ 4 വരെ തുടരും. പശു, എരുമ, പന്നി എന്നിവയെ പ്രതിരോധ കുത്തിവയ്പിന് വിധേയമാക്കുന്നു. മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ക്വാഡുകളായി കർഷകരുടെ വീടുകൾ സന്ദർശിച്ചും ക്യാമ്പുകൾ സംഘടിപ്പിച്ചും പ്രതിരോധ കുത്തിവയ്പ് നടത്തുന്നതാണ്. ഇതിനായി കേരളത്തിൽ ഉടനീളം 1929 സ്ക്വാഡുകൾ രൂപീകരിച്ചിട്ടുണ്ട്. കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വിളിക്കേണ്ട ഫോൺ നമ്പർ 047125565151. ചെങ്ങന്നൂർ സെൻട്രൽ ഹാച്ചറിയിൽ പ്രവർത്തിക്കുന്ന ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കർഷകർക്കായി ഈ മാസം 28 മുതൽ 30 വരെ ഇറച്ചിക്കോഴി വളർത്തലിൽ സൌജന്യ പരിശീലനം നൽകുന്നു. വിശദ വിവരങ്ങൾക്ക് മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യുന്നതിന് വിളിക്കേണ്ട ഫോൺ നമ്പർ 047924522277. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 10,400 രൂപ, വെളിച്ചെണ്ണ കോഴിക്കോട് 11,400 രൂപ, വെളിച്ചെണ്ണ തൃശൂർ 10,350 രൂപ, കൊപ്ര കൊച്ചി 7,035 രൂപ, കൊപ്ര കോഴിക്കോട് 7,450 രൂപ, കൊപ്ര തൃശൂർ 7,070 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 64,700 രൂപ, കുരുമുളക് ഗാർബിൾഡ് 67,700 രൂപ, ചുക്ക് മീഡിയം 18,500 രൂപ, ചുക്ക് ബസ്റ്റ് 20,000 രൂപ, മഞ്ഞൾ സേലം 7,700 രൂപ, മഞ്ഞൾ ഈറോഡ് 8,000 രൂപ, അടയ്ക്ക പുതിയത് 24,000-നും 25,000-നും മധ്യേ. കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 11,200 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 11,350 രൂപ, കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 11,200 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 11,350 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ 10,400 രൂപ, കൊപ്ര 7,035 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,100 രൂപ, പിണ്ണാക്ക് റോട്ടറി 2,400 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 64,700 രൂപ, കുരുമുളക് ഗാർബിൾഡ് 67,700 രൂപ, ചുക്ക് മീഡിയം 18,500 രൂപ, ചുക്ക് ബസ്റ്റ് 20,000 രൂപ, അടയ്ക്ക പുതിയത് 24,000-നും 25,000-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 200-നും 220-നും മധ്യേ, ജാതിക്ക തൊണ്ടില്ലാത്തത് കിലോഗ്രാമിന് 380-നും 400-നും മധ്യേ, ജാതിപത്രി കിലോഗ്രാമിന് 500-നും 850-നും മധ്യേ, ഗ്രാമ്പു കിലോഗ്രാമിന് 750 രൂപ. റബ്ബർ RSS 5ാം ഗ്രേഡ് 11,200 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 11,350 രൂപ, ഒട്ടുപാൽ 7,600 രൂപ, ലാറ്റക്സ് 8,200 രൂപ. കമ്പോള അവലോകനം. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കുരുമുളകിന് കൂടുതൽ ആവശ്യക്കാരെത്തിയത് വ്യാപാര രംഗം സജീവമാക്കി. ലഭ്യത ചുരുങ്ങിയത് മുൻനിർത്തി അന്തർ സംസ്ഥാന വ്യാപാരികൾ ഉയർന്ന വിലയ്ക്കും ചരക്ക് സംഭരിച്ചു. ഗാർബിൾഡ് കുരുമുളക് കിലോ 677 രൂപയിലാണ്. ഉത്സവകാല ആവശ്യം വർദ്ധിച്ചതോടെ ചുക്കിനും മഞ്ഞളിലും അന്വേഷണങ്ങളെത്തിയെങ്കിലും സ്റ്റോക്ക് ചുരുങ്ങിയത് കണക്കിലെടുത്താൽ നിരക്ക് മെച്ചപ്പെടാം. അറബ് രാജ്യങ്ങളുമായി ഉറപ്പിച്ച കച്ചവടങ്ങൾ മുൻനിർത്തി കയറ്റുമതിക്കാർ ജാതിക്കയും ജാതിപത്രിയും ശേഖരിച്ചിട്ടും വില ഉയർന്നില്ല. കൊപ്രയുടെ ലഭ്യത കുറഞ്ഞത് മില്ലുകാരെ വെളിച്ചെണ്ണ നീക്കാൻ നിയന്ത്രിക്കാൻ പ്രേരിപ്പിച്ചു. പുതിയ സാഹചര്യത്തിൽ നാളികേരോൽപ്പന്നങ്ങളുടെ നിരക്ക് വർദ്ധിക്കാം. ആഭ്യന്തര വിദേശ വിപണികളിൽ റബ്ബർ സ്റ്റഡി നിലവാരത്തിൽ നീങ്ങി. ലാറ്റക്സ് ക്ഷാമം ചെറുകിട വ്യവസായികളെ അസ്വസ്ഥരാക്കുന്നുണ്ട്. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 34.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.5 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 35.6, 25.5. കൊച്ചി 30.2, 24.4. ആലപ്പുഴ 28.6, 24.6. പുനലൂർ 31.4, 23. തിരുവനന്തപുരം 29.2, കുറഞ്ഞ താപനില 23.6 ഡിഗ്രി സെൽഷ്യസ്. കാർഷിക വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.